ഉം, നീ ആഗ്രഹിക്കുന്നത് ചിങ്കിപ്പക്ഷി ദുഷ്ടയാവണമെന്നാണല്ലേ? എന്നാൽ കാട്ടിലെ മൃഗങ്ങളെല്ലാം അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയല്ലേ? ഓ, എന്റെ പക്കലൊരു വിദ്യയുണ്ട്. മൂൺലാൻഡ് കാട്ടിൽ എല്ലാ പക്ഷികളും മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ഇവിടെ സിംഹം ഭരിക്കുന്നതിന് പകരം രാജാവായിരുന്നത് ആനയാണ്. എല്ലാവരും ഒരു സ്ഥലത്ത് സഭ ചേർന്നു. ചിങ്കിക്കിളി ഒരു മരത്തിന്റെ മുകളിലിരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ ഒരു പ്രാവ് വന്നു. ഹലോ ആന മഹാരാജാവേ, എന്റെ പേര് സോനുപ്രാവെന്നാ. ഞാൻ തൊട്ടടുത്തുള്ള വനത്തിൽ നിന്നാണ് വരുന്നത്. അതിനെ 2 സിംഹങ്ങളുടെ വനമെന്നാ പറയുന്നേ. ഓ, അങ്ങനെയാണോ? പറഞ്ഞോളൂ സോനുപ്രാവേ, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ചില പ്രധാന ജോലികളുണ്ടായിരുന്നു. ഞങ്ങളുടെ കാട്ടിലെ കുളത്തിന് ഒരു ശാപമുണ്ട്. അതിൽ മഴക്കാലത്ത് മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. അല്ലാത്തപ്പോഴതെപ്പോഴും വരേണ്ടതായിരിക്കും. അത് കാരണം കാട്ടിലെ മൃഗങ്ങളെല്ലാം ദാഹിച്ചു വലയുകയാണ്. അസുഖം ബാധിക്കുകയാണ്. കുറേ പേര് മരിച്ചും പോയിരിക്കുന്നു. ഇത് വളരെ വലിയൊരു പ്രശ്നമാണ്. ഇതിനുള്ള പരിഹാരം നിങ്ങൾ ആരോടും ചോദിച്ചില്ലേ? ഞങ്ങളുടെ കാട്ടിൽ താമസിക്കുന്ന ഒരു ജ്യോതിഷിയായ കുരങ്ങൻ പറഞ്ഞത് ഞങ്ങളുടെ കാടിനുള്ള ശാപം ഒരു പക്ഷിക്ക് മാറ്റാനാവൂ എന്നാണ്. അതൊരു നീലവർണ്ണമുള്ള പക്ഷിയാണ്. അതിന്റെ ചുണ്ടുകൾ ചുവന്നതാണ്. മഴക്കാലത്ത് ആ പക്ഷി ഞങ്ങളുടെ കുളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കുളത്തിനേറ്റ ശാപം പൂർണ്ണമായി മാറുന്നതാണ്. പിന്നീട് ഒരിക്കലും ഞങ്ങളുടെ കുളം വറ്റി വരളുകയില്ല. ആ പക്ഷിയെ കണ്ടെത്താൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു മഹാരാജൻ. പക്ഷെ അങ്ങനെ ഒരു പക്ഷിയെ ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കാട്ടിലെ 2 രാജാക്കന്മാരും നിങ്ങളുടെ കാടിനെ ആക്രമിക്കാനായി ആലോചിക്കുകയാണ്. നിങ്ങളെ അവർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയാൽ നിങ്ങളുടെ ഈ കാട് ഞങ്ങളുടെ കാട്ടിലെ സിംഹരാജാക്കന്മാർ ചേർന്ന് ഭരിക്കുന്നതാണ്. പിന്നീട് ഞങ്ങളുടെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഇവിടെ താമസിക്കുന്നതായിരിക്കും. ഞാൻ അങ്ങേ ഇത് ധരിപ്പിക്കാൻ വന്നതാണ്. ഒന്നുകിൽ തോൽവി സമ്മതിക്കാം, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവാം. ഇത് കേട്ട് എല്ലാവർക്കും ടെൻഷനായി. മുകളിലിരുന്ന ചിങ്കിക്കിളി പറന്ന് താഴത്തേക്ക് വന്ന് പറഞ്ഞു, അതെ, ഞങ്ങളുടെ കാട്ടില് ബഹളം വെക്കാനായിട്ട് നിങ്ങൾക്കൊരവകാശം ഇല്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നെ തന്നെയാണോ എന്ന്. സോനുപ്രാവ് അവളെ കണ്ടപ്പോ ഞെട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, ആ, നിന്റെ നിറം നീലയാണല്ലോ, ചുണ്ടിന് ചുവപ്പ് നിറവുമുണ്ട്. അപ്പൊ നിങ്ങളുടെ സിംഹരാജാവിനോട് പോയി പറഞ്ഞോളൂ, അടുത്ത ആഴ്ച മഴ വരുമ്പോഴേക്കും എന്നെ വന്ന് കൊണ്ടുപോകാൻ. ഞാൻ നിങ്ങളുടെ കൂടെ വന്നോളാം. എന്നിട്ട് ആ കുളത്തിൽ കുളിച്ച് നിങ്ങളുടെ ശാപമൊക്കെ മാറ്റിത്തരാം. പക്ഷെ ഒരു വാക്ക് തരണം, ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ ശരി, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെ യുദ്ധത്തിന് വരേണ്ട ഒരാവശ്യവുമില്ല. എങ്കിൽ ഞാൻ പോട്ടെ. ഇത് പറഞ്ഞ് സോനുപ്രാവ് അവിടുന്ന് പറന്നു പോകും. എല്ലാ മൃഗങ്ങളും പക്ഷികളും സന്തോഷിക്കും. ചിങ്കിക്കിളിനെ എല്ലാരും പ്രശംസിക്കും. ഇത് കണ്ട് ഇഷ്ടപ്പെടാത്ത ബുൽബുൽ ദേഷ്യം മൂത്ത് അവിടുന്ന് പറന്നങ്ങ് പോയി. മതി, കുറെയായി. ചീത്ത മാന്ത്രിക മരത്തിന്റെ അടുത്ത് പോയി എല്ലാം ഒന്ന് പറയണം. ചിങ്കിനെ എന്താ പ്രശംസിക്കുന്നത് എല്ലാവരും? അവളെ നാണം കെടുത്തിട്ടേ ഉള്ളൂ ഞാനിനി. ബുൽബുൽ ചീത്ത മാന്ത്രിക മരത്തിന്റെ അടുത്ത് പോയി എല്ലാം പറഞ്ഞു. നീ ആഗ്രഹിക്കുന്നത് ചിങ്കിപ്പക്ഷി ദുഷ്ടയാവണമെന്നാണല്ലേ? എന്നാൽ കാട്ടിലെ മൃഗങ്ങളെല്ലാം അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയല്ലേ? ഓ, എന്റെ പക്കലൊരു വിദ്യയുണ്ട്. പെട്ടെന്ന് പറ, ഐഡിയ എന്താണെന്ന്. നീ മുഹൂർത്തം വല്ല നോക്കണോ? നീ എന്റെ ശാഖകളിൽ നിന്നൊരു പഴമെടുക്കൂ. പിന്നെ എങ്ങനെയെങ്കിലും അത് ചിങ്കിപ്പക്ഷിക്ക് കൊടുക്കണം. അത് കഴിച്ച ഉടൻ ചിങ്കിപ്പക്ഷി അപ്രത്യക്ഷയായി എന്റെ കൈക്കുള്ളിൽ തടവിലാക്കപ്പെടുന്നതാണ്. പിന്നെ നിനക്ക് കാണാൻ കഴിയുന്നത് അവൾക്ക് പകരം ദുഷ്ടയായൊരു ചിങ്കിപ്പക്ഷിയെ മാത്രമായിരിക്കും. അവൾ എപ്പോഴും കാട്ടിലെ മൃഗങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴെല്ലാവരും യഥാർത്ഥ ചിങ്കിപ്പക്ഷിയെ വെറുക്കാൻ തുടങ്ങും. ആഹാ, ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. അങ്ങനെ ബുൽബുൽ ഒരു ആപ്പിൾ എടുത്ത് ചിങ്കിക്കിളിയുടെ അടുത്തെത്തി. ചിങ്കിക്കിളി, നീ എന്നോട് ക്ഷമിക്ക്. എനിക്ക് നിന്നോട് ഇനി ഫ്രണ്ട്ഷിപ്പ് വേണം. ഞാൻ നിനക്ക് സ്നേഹത്തോടെയാണ് ഈ ആപ്പിള് കൊണ്ടുവന്നിരിക്കുന്നത്. നീ ഈ ആപ്പിള് തിന്ന നീ എന്നോട് ക്ഷമിച്ചു എന്ന് ഞാൻ കരുതും. ഇത് കേട്ട് ചിങ്കിക്കിളി ആ ആപ്പിള് 2 കൊത്തു കൊത്തും. അത് കഴിച്ചതോടെ അവൾ അപ്രത്യക്ഷമായി. ചിങ്കിക്കിളിയെ പോലെ ഇരിക്കുന്ന വേറൊരു കിളി പ്രത്യക്ഷപ്പെട്ടു. അത് കൊള്ളാം, മാന്ത്രിക മരത്തിന്റെ മാന്ത്രികം ഫലിച്ചു. ഇനി രസമാ. അങ്ങനെ ചീത്ത ചിങ്കിക്കിളി കാട്ടിലെ എല്ലാ മൃഗങ്ങളെ ശല്യപ്പെടുത്താൻ തുടങ്ങി. അവൾ ഒരു ദിവസം കൊണ്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും
അത്രയും ബുദ്ധിമുട്ടിച്ചു. അതുകൊണ്ട് എല്ലാവരും ആനരാജാവിന്റെ അടുത്തെത്തി. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ചിങ്കിപ്പക്ഷി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന കാര്യം. നിങ്ങൾ അവളെ വലിയ സംഭവമായിട്ടല്ലേ കരുതിയത്? ഇപ്പൊ നിങ്ങൾക്ക് അവളുടെ തനിരൂപം മനസ്സിലായില്ലേ? ചിങ്കിക്കിളിയെ കുറിച്ച് എല്ലാ മൃഗങ്ങളും കുറ്റം പറയണത് കേട്ട് ബുൽബുലിന് ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്ക് ചീത്ത ചിങ്കിക്കിളി അവിടെ വന്നു. നിങ്ങൾ എല്ലാരും എന്താ ഇങ്ങനെ ഇരിക്കണേ, ചത്തതുപോലെ? ആനരാജാവ് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് സോനു പ്രാവ് അവിടേക്ക് വന്നു. ആന മഹാരാജാവേ, മഴക്കാലത്തിന്റെ സമയം വന്നിരിക്കുന്നു. അങ്ങന്റെ കൂടെ ചിങ്കിപ്പക്ഷിയെ അയക്കൂ. ഇവൾ ഞങ്ങളുടെ കുളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ കുളത്തിന് ശാപമോക്ഷം കിട്ടുന്നതാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചെയ്യും. എടാ പൊട്ടം പ്രാവേ, എനിക്കെന്താ വട്ടാണോ നിന്റെ കാട്ടിൽ വന്ന് നിന്റെ കാടിനെ രക്ഷപ്പെടുത്താനായിട്ട്? നിന്റെ കാട് ചത്തു പോവാണെങ്കിൽ ചത്തുപോട്ടെ, ഞാൻ എന്തിനാ നിന്റെ കൂടെ വരുന്നത്? ചിങ്കി, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? നീ തന്നെയല്ലേ പറഞ്ഞത് അവരുടെ കുളത്തിന്മേലുള്ള ശാപം മാറ്റിക്കൊടുക്കുമെന്ന്? ഞാനൊന്നും പോകുന്നില്ലേ. കാര്യങ്ങൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു യുദ്ധത്തിന് തയ്യാറായിക്കോളൂ. ഞാൻ 2 സിംഹരാജാക്കന്മാരോടും വിവരം പറയാൻ പോവുകയാണ്. ഞങ്ങൾ തീർച്ചയായും ഈ വനത്തെ ആക്രമിക്കുന്നതാണ്. ഇതും പറഞ്ഞ് സോനു പ്രാവ് അവിടുന്ന് പറന്നുപോയി. എല്ലാ മൃഗങ്ങളും ആലോചനയിൽ മുഴുങ്ങി. എന്റെ കാടിതാ നശിക്കാൻ പോകുന്നു. ഒരാനയായ എനിക്ക് 2 സിംഹങ്ങളോട് ഏറ്റുമുട്ടാൻ കഴിയില്ല. അപ്പോഴേക്കും ബുൽബുലിന് അവൾ ചെയ്ത തെറ്റ് മനസ്സിലായി. അങ്ങനെ അവളെല്ലാം പറയുന്നു, ഇതെല്ലാം എന്റെ തെറ്റാണ്. ചിങ്കിക്കിളി ഇതിനകത്തൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്താ നീ പറഞ്ഞത്? നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? അന്നത്തെ ദിവസം ചിങ്കിക്കിളിനെ എല്ലാരും പ്രശംസിക്കുന്ന കണ്ടപ്പോ എനിക്കത് സഹിച്ചില്ലായിരുന്നു. അന്നേ ദിവസം ചീത്ത മാന്ത്രിക മരത്തിലെ ആപ്പിള് ഞാൻ ചിങ്കിക്കിളിക്ക് കൊടുത്തായിരുന്നു. അങ്ങനെ ചിങ്കിക്കിളി ആ ആപ്പിള് കഴിച്ചതോടെ അതിന്റെ തടങ്കലിലായി. അവളെ പോലെ കാണാനിരിക്കുന്ന വേറൊരു കിളി പ്രകടമായി. നിങ്ങളിപ്പോ ഈ കാണുന്ന ചിങ്കിക്കിളി ശരിക്കുള്ളതല്ല. നല്ല ചിങ്കിക്കിളി ചീത്ത മരത്തിന്റെ അകത്താണ്. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല ബുൾബുൾ. നീ തീർച്ചയായും ഇതിനനുഭവിക്കേണ്ടി വരും. എന്ത് ശിക്ഷയാണേലും ഞാൻ ഏറ്റുവാങ്ങും. പക്ഷെ ആദ്യം ഇത് പറയ്, ആ വൃക്ഷം എവിടെയാണ്? ഉടനെ തന്നെ ചിങ്കിപ്പക്ഷിയെ അവിടെ നിന്ന് മോചിപ്പിക്കണം. അങ്ങനെ ബുൽബുൽ എല്ലാവരെയും കൊണ്ട് ചീത്ത മരത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചീത്ത മരമേ, ഞങ്ങളുടെ ശരിക്കുള്ള ചിങ്കിക്കിളിനെ തുറന്നുവിട്. അപകടത്തിലാണ് ഈ കാട്. നീ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോ അവളെ വിട്ടയക്കാൻ പറയുന്നു. പോയിക്കോ, ഞാൻ അവളെ ഒരിക്കലും വിടില്ല. ഇത് കേട്ടപ്പോ ആനരാജാവ് പറഞ്ഞു, നീ ചിങ്കിപ്പക്ഷിയെ വെറുതെ വിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ 10 ആനകളെ വിളിക്കുന്നതാണ്. ഞങ്ങളെല്ലാവരും ചേർന്ന് നിന്നെ തകർത്ത് കളയും. നീ അങ്ങനെ നിലംപരിച്ചാവും. വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ ഇപ്പൊ തന്നെ ചിങ്കിയെ വെറുതെ വിട്ടോളാം. ഇത് കേട്ടതോടെ മരം അതിന്റെ വാതില് തുറന്നു. അങ്ങനെ ചിങ്കിക്കിളി പുറത്തേക്ക് പറന്നു വന്നു. നിങ്ങളെ എല്ലാരും കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാൻ കരുതിയത് എന്നേക്കുമായിട്ട് ഈ മരത്തിന്റെ അകത്ത് പെട്ടു പോകുന്നായിരുന്നു. എന്നോട് ക്ഷമിക്ക് ചിങ്കിക്കിളി, നിന്റെ കയ്യിലാണ് ഈ കാടിന്റെ ജീവിതം മുഴുവനും. പ്ലീസ്, നീ പെട്ടെന്ന് തന്നെ 2 സിംഹമുള്ള കാട്ടിലേക്ക് പോ. പെട്ടെന്ന് പോയി രക്ഷപ്പെടുത്തും നമ്മളെ. അങ്ങനെ ചിങ്കിക്കിളി 2 സിംഹമുള്ള കാട്ടിലേക്ക് പോകും. എന്നിട്ട് അവൾ എല്ലാ കാര്യങ്ങളും പറയും. എന്നിട്ട് അവരുടെ കുളത്ത് പോയി അവൾ കുളിക്കും. അവിടുത്തെ ശാപം അവള് മാറ്റിക്കൊടുക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ശാപമൊക്കെ മാറി ആ കുളത്തിൽ നിറയെ വെള്ളം വരും. നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് ചിങ്കിപ്പക്ഷി. നീ കാരണം ഞങ്ങളുടെ കാടിന് ശാപമോക്ഷം കിട്ടിയിരിക്കുകയാണ്. എന്നാ ഞാൻ പോകട്ടെ. ചിങ്കിക്കിളി അവളുടെ കാട്ടിലേക്ക് തിരിച്ചു വരും. എല്ലാ മൃഗങ്ങളും ചിങ്കിക്കിളിയോട് നന്ദി പറയുകയും ചെയ്യും. അങ്ങനെ ബുൽബുൾ അവളുടെ ശരിക്കുമുള്ള സുഹൃത്തായി എന്നും കൂടെ തന്നെ ഉണ്ടായിരുന്നു. കഴുകൻ ചേട്ടാ, ഇതെന്റെ ഏക മകളാണ്. നീ എന്തിനാണ് ഇവളെങ്ങനെ പിടിച്ചു വച്ചേക്കുന്നത്? ഇവളുടെ നീലച്ചുണ്ട് കാരണമാണ്. നീലച്ചുണ്ടുള്ള പക്ഷികളുടെ മാംസം ഭക്ഷിക്കാൻ രുചിയുള്ളതാണ്. പിന്നെ രാവിലെ ഇത് കഴിച്ചാൽ ഒരുപാട് ശക്തി കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ഞാൻ പിടിച്ചു കൂട്ടിലിട്ടത്. ഇന്നിതാണ് എന്റെ ഭക്ഷണം. റിങ്കിക്കിളി കാട്ടിന്റെ ഇടയ്ക്ക് ആൽമരത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവളെ കൂടാണ്ട് ഒരുപാട് പക്ഷികളും പ്രാവുകളും ചമ്പ അണ്ണാനും കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു. കാട്ടിലെ ഒരുപാട് മൃഗങ്ങൾക്ക് ആ മരത്തിന്റെ അടിയിലിരിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു.
റിങ്കി കിളി എല്ലാ മൃഗങ്ങളെയും സ്വന്തമായിട്ട് കാണുമായിരുന്നു. അവരെ സഹായിക്കാൻ എപ്പോഴും അവൾക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എല്ലാ മൃഗങ്ങൾക്കും അവളോട് നല്ല ബഹുമാനമായിരുന്നു. റിങ്കി കിളിയുടെ മോള് മീനുക്കിളി അമ്മയുടെ സ്വഭാവത്തിൽ നിന്നും വിപരീതമായിരുന്നു. എപ്പോഴും സ്വന്തം കാര്യം നോക്കുകയും ആരോടും മിണ്ടാനും ഇഷ്ടമുണ്ടായിരുന്നില്ല. റിങ്കി ചേച്ചി, നോക്കിക്കേ, എന്റെ മോക്ക് എന്താ പറ്റിയെന്ന്. ഒരു മനുഷ്യക്കുഞ്ഞ് വന്നിട്ട് മരത്തിൽ ഇവൾക്കെതിരെ ഒരു കല്ലെറിഞ്ഞു. അപ്പൊ തൊട്ട് അവളുടെ നടുവിന് നല്ല വേദനയാ. അയ്യോ ചമ്പ ചേച്ചി, എനിക്ക് നന്നായിട്ട് അറിയാലോ, ഒരു അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കില്ല മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ തന്നെ. ഒരു മിനിറ്റ് കാത്തിരിക്കും, ഞാൻ നോക്കട്ടെ. ഇത് പറഞ്ഞ് റിങ്കി അവിടെന്ന് പോയി. കുറച്ചേരം കഴിഞ്ഞ് അവൾ അവളുടെ ചുണ്ടിൽ 3 പച്ച ഇലകൾ കൊണ്ടുവന്നു. ഇന്ന മോളെ, ഈ 3 ഇലകൾ നീ കഴിക്ക്. ഈ ഇലകൾ നീ കഴിച്ചാലേ നിന്റെ വേദന പമ്പ കിടക്കും. ഇത് പറഞ്ഞ് റിങ്കി കിളി അണ്ണാന്റെ മോളെ കൊണ്ട് ആ ഇലകൾ തീറ്റിച്ചു. അണ്ണാന്റെ മോള് പറഞ്ഞു, അയ്യോ അമ്മ, ഇതിന് ഭയങ്കര കയ്പാ. വേദന ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ കയ്പായിട്ടും ആ ഇലകളെ അവൾ കഴിച്ചു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അവളുടെ നടുവേദന പമ്പ കടന്നു. ആ അമ്മ, എനിക്കിപ്പോ ഒട്ടുമേ വേദനിക്കണില്ലല്ലോ. താങ്ക് യു റിങ്കി ആന്റി. എപ്പോഴാണോ എന്തോ എന്റെ അമ്മ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മറ്റുള്ളവരെ സഹായിച്ചിട്ട് എന്ത് കിട്ടാനോ എന്തോ, വെറുതെ സമയം കളയുന്നു. അടുത്ത ദിവസം മീനുക്കിളി കറങ്ങാൻ വേണ്ടി പുറത്തിറങ്ങി ഒരു മരത്തിൽ അങ്ങ് ഇരുന്ന് ആലോചിച്ചു. ആ രഹസ്യമായിട്ടുള്ള കാട്ടിൽ എന്താ നമ്മുടെ ഈ കാട്ടിൽ നിന്ന് ഒരാൾ പോലും പോവാത്തെ? ഒന്ന് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ. അപ്പോഴാ മരത്തിലിരുന്ന മോണ്ടു കുരങ്ങൻ പറഞ്ഞു, അങ്ങോട്ടൊരിക്കലും പോകരുത്. അവിടോട്ട് ഏതൊക്കെ മൃഗങ്ങൾ പോയിട്ടുണ്ടോ അവരാരും തിരിച്ചു വന്നിട്ടില്ല. അവിടെ പോകുന്നത് ജീവൻ അപകടമാണ് മീനു. മിണ്ടാതിരിക്കെ. ഒരു കൊരങ്ങനായ നിനക്ക് സുന്ദരിയായ കിളിയുടെ അടുത്ത് വന്ന് സംസാരിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? നീ റിംകി കിളിയുടെ മകളല്ലേ, അതുകൊണ്ട് മാത്രമാ പറഞ്ഞേ. അവരാർക്കും മോശമൊന്നും ചെയ്യില്ല. അത് വിട്ടേരെ, എന്റെ അമ്മയ്ക്ക് വട്ട. വെറുതെ മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം സമയം നഷ്ടപ്പെടുത്തുക. ഞാൻ എന്റെ അമ്മയെ പോലെ ആവാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അങ്ങനെ പറഞ്ഞ് ആ രഹസ്യമായിട്ടുള്ള കാട്ടിലേക്ക് അവൾ പറന്നു. അവിടെ അവൾ മരങ്ങളും ഫലങ്ങളും ഒക്കെ കണ്ടു. ഇതിനു മുമ്പ് അവൾ അത് കണ്ടിട്ടേയില്ല. പിന്നെ അവിടുത്തെ മണവും വ്യത്യസ്തമായിരുന്നു. എന്ത് രസമാണ് ഈ സ്ഥലം. ആരുടെയും കൂടെ താമസിക്കേണ്ട ഒരാവശ്യമില്ല. ഇവിടെയാണെങ്കിൽ ഒറ്റയ്ക്കും താമസിക്കാലോ. അപ്പോൾ അവിടെ നീല നിറത്തിലുള്ള ആപ്പിൾ മരം കാണും. അവൾ പെട്ടെന്ന് അതിന്റെ മേളിൽ പോയിരുന്നു. ആഹാ, ഇതുവരെ ഞാൻ നീല ആപ്പിൾ കണ്ടിട്ടില്ല. ഇതിനെ ഒന്ന് കഴിച്ചു നോക്കണല്ലോ. ഇങ്ങനെ പറഞ്ഞ് നീല ആപ്പിൾ കഴിക്കാൻ തുടങ്ങി. അത് ഭയങ്കര ടേസ്റ്റിയായിരുന്നു. അവൾ അത് മുഴുവനും കഴിച്ചു. അവള് കഴിക്കുന്ന തിടുക്കത്തിൽ അവൾക്ക് മനസ്സിലായതേ ഇല്ല അവളുടെ വായും ചുണ്ടും എല്ലാം നീലയായെന്ന്. നല്ല രസ. ഇനി നോക്കട്ടെ ഈ കാട്ടില് വേറെ എന്തൊക്കെ ഉണ്ടെന്ന്. ഇങ്ങനെ പറഞ്ഞ് അവൾ മുമ്പോട്ട് പോയി. ഇത് കണ്ട് ഒരു കഴുകൻ അവളെ കണ്ട് പറയുകയാ, കൊള്ളാമല്ലോ, നീല ചുണ്ടുള്ള പക്ഷി. ഇതിന്റെ മാംസത്തിന് നല്ല രുചിയായിരിക്കും. ഇപ്പുറത്ത് മോണ്ടു കുരങ്ങൻ പിങ്കി കിളിയുടെ അടുത്ത് വന്നു. അവള് ഭയങ്കര സങ്കടത്തിലായിരുന്നു. മീനു ഇപ്പൊ പറയാതെയൊക്കെയാണ് പുറത്തോട്ട് പോണ. ഇത് കാരണം എനിക്ക് ഭ്രാന്താവുക. കാട് മുഴുവൻ ഞാൻ തപ്പി നോക്കി. ഇനി എവിടെന്ന് കണ്ടുപിടിക്കും? ആ റിംകി കിളി, നിന്റെ മകൾ മീനു നിഗൂഢ വനത്തിലേക്ക് പോയി. എന്താ പറഞ്ഞേ? രഹസ്യമായ കാട്ടിലോട്ടോ? നിങ്ങൾ അവളെ തടയാത്ത എന്തായിരുന്നു? ഞാൻ കുറെ പറഞ്ഞു, പക്ഷെ അവൾ എന്റെ വാക്കുകൾ കേട്ടില്ല. അവൾ ഒന്നും ശ്രദ്ധിക്കാതെ പോയി കളഞ്ഞു. എന്റെ മോണ്ടു ചേട്ടാ, അവൾക്ക് പകരം ഞാൻ മാപ്പ് ചോദിക്കുക. എനിക്കറിയില്ല ഇനി എനിക്ക് അവളെ കാണാൻ പറ്റുമോന്ന്. ഇത്രയും വലിയ കാട്ടിൽ ഞാൻ അവളെ എങ്ങനെ കണ്ടുപിടിക്കും, അത് ഒറ്റയ്ക്ക്? അല്ല, നീ എന്താ റിങ്കി ഇങ്ങനൊക്കെ പറയുന്നേ? നീ എപ്പോഴും ഞങ്ങളെല്ലാരെയും സഹായിക്കാറില്ലേ? നിനക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ നിന്നെ ഉപേക്ഷിക്കും തോന്നുന്നുണ്ടോ? അപ്പോ അണ്ണാൻ, കാക്ക, കരടി, ആന എല്ലാ മൃഗങ്ങളും അവളുടെ അടുത്തെത്തി. എന്നിട്ട് അവളുടെ കൂടെ ആ രഹസ്യമായിട്ടുള്ള കാട്ടിലോട്ട് പോയി. അവൾ എങ്ങനെയായിരിക്കും എന്തോ. നീ വിഷമിക്കണ്ട റിങ്കി, ഞങ്ങളെല്ലാവരും കൂടെയല്ലേ. എല്ലാ മൃഗങ്ങളും മണിക്കൂറോളം തിരയാൻ തുടങ്ങി. റിങ്കിയുടെ മനസ്സിൽ നിന്നും അവക്ക് വേണ്ടി പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു കിട്ടണേ എന്ന്. പാതി കാട്ടിലോട്ട് കയറിക്കഴിഞ്ഞപ്പോഴേക്കും അവര് കണ്ടത് അവർക്കത് സഹിക്കാൻ പറ്റിയില്ല. മീനു മോളെ. അവര് കണ്ടത് മീനു കിളിയെ ഒരു കൂടിന്റെ അകത്ത് അവളെ നോക്കാനായിട്ടൊരു കഴുകൻ അവിടെ കാത്തിരിക്കുന്നതായിട്ട്. എന്താ നിങ്ങളെന്ത് വെഡ്ഡികളാ ഇങ്ങോട്ട് വരാനായിട്ട്? കഴുക, എന്റെ മകളെ വെറുതെ വിട്. അടുത്തേക്ക് വരരുത്.
വന്നാൽ ഇവളുടെ കഥ അതോടുകൂടി തീരും. ഇത് കേട്ട് ബാക്കിയുള്ള മൃഗങ്ങൾ പേടിച്ച് പുറകിലോട്ട് പോയി. കഴുകൻ ചേട്ടാ, ഇതെന്റെ ഏക മകളാണ്. നീ എന്തിനാണ് ഇവളെങ്ങനെ പിടിച്ചു വച്ചേക്കുന്നത്? ഇവളുടെ നീലച്ചുണ്ട് കാരണമാണ്. നീലച്ചുണ്ടുള്ള പക്ഷികളുടെ മാംസം ഭക്ഷിക്കാൻ രുചിയുള്ളതാണ്. പിന്നെ രാവിലെ ഇത് കഴിച്ചാൽ ഒരുപാട് ശക്തി കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ഞാൻ പിടിച്ചു കൂട്ടിലിട്ടത്. ഇന്നിതാണ് എൻ്റെ ഭക്ഷണം. ഇല്ല, അങ്ങനെ ചെയ്യരുത്. അവളെ വെറുതെ വിട്ടേരെ. എല്ലാ മൃഗങ്ങളും ശരിക്കും ശ്രദ്ധിച്ചു. മീനു കിളിയുടെ ചുണ്ട് നീലയായിരുന്നു. മോളെ, നിന്റെ ചുണ്ടെങ്ങനെ നീലയായത്? അമ്മ, ഞാനിവിടെ വന്നപ്പോഴേക്കും നീല നിറത്തിലുള്ള ആപ്പിൾ തിന്നിരുന്നു. ചിലപ്പോ അത് കാരണമായിരിക്കും നീലയായത്. എന്താ പറഞ്ഞേ? ആപ്പിൾ തിന്നപ്പോഴോ? അതേ കഴുക, അതാണ് സത്യം. നീ വിചാരിക്കുന്ന പോലത്തെ കിളിയല്ല എന്റെ മോള്. ഇല്ല, നിങ്ങളെല്ലാവരും കൂടെ വന്ന് എന്നെ പറ്റിക്കാൻ നോക്കുക. കാരണം ഇവളെ ഞാൻ വെറുതെ വിടാൻ. ഇത് കേട്ട എല്ലാ മൃഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു. എന്നിട്ട് ആന പറഞ്ഞു, ശരി, എങ്കിൽ ഞങ്ങളത് തെളിയിക്കുന്നതായിരിക്കാം. അതായത് അത് സത്യമാണെന്ന്. നീ മീനുവിന് ഒരു പാത്രം വെള്ളം കൊടുക്കുക. അതിനുശേഷവും അവളുടെ ചുണ്ടിന് നിറം മാറിയില്ലെങ്കിൽ അവളെ ഉപേക്ഷിച്ച് ഞങ്ങൾ പൊയ്ക്കോളാം. ഇത് കേട്ട എല്ലാ മൃഗങ്ങളും ശരി, നിങ്ങൾ വെള്ളം കൊണ്ടുപോവാ, ഞാൻ ഇവളെ കൊണ്ട് കുടിപ്പിക്കാം. ഇത് കേട്ട് മോണ്ടു കുരങ്ങൻ അപ്പൊ തന്നെ നദിയുടെ അടുത്ത് പോയി. എന്നിട്ട് ചിരട്ടയിൽ നിറച്ചു വെള്ളം എടുത്തോണ്ട് വന്നു. കഴുകൻ കൂട്ടിന്റെ അകത്ത് ചിരട്ട വെച്ചു കൊടുത്തു. മീനു, പെട്ടെന്ന് വെള്ളം കുടിച്ചോ. മീനു വെള്ളം കുടിക്കാനായിട്ട് അവളുടെ ചുണ്ട് അതിലിട്ടതും അവളുടെ ചുണ്ടിൽ നിന്നും നാക്കിൽ നിന്നും നീല നിറം പോയി. അയ്യോ, ഇതെന്തായി സംഭവിച്ചേ? ഇപ്പൊ നീ കണ്ടില്ലേ ശരിക്കും? പ്ലീസ്, എന്റെ മോളെ വെറുതെ വിട്ടേരെ. ശരി, ഇവളെ വിട്ടേക്കാം. ഇനി ഇവളെ ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നിട്ട് എന്താ കാര്യം? ഇത് പറഞ്ഞ് കഴുകൻ കൂടങ്ങ് തുറന്നു. അങ്ങനെ മീനു പറന്ന് അവളുടെ അമ്മയുടെ അടുത്തെത്തി. സത്യത്തിൽ നിന്റെ അമ്മയുടെ നല്ല പെരുമാറ്റം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ എല്ലാവരും നിന്നെ രക്ഷിക്കാനായിട്ട് വന്നത്. അല്ലാതെ ഒരു അഹങ്കാരിയെ ആരും സഹായിക്കില്ല. ഞാൻ ചെയ്ത തെറ്റെന്താന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാവരും നല്ലവരാ. എന്റെ അമ്മയും നല്ലത് തന്നെയാ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യണം. എല്ലാവരോടും നന്നായി മിണ്ടുകയും വേണം. ഇത് കേട്ട എല്ലാ മൃഗങ്ങൾക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ എല്ലാവരും രഹസ്യമായിട്ടുള്ള കാട്ടിൽ നിന്നും വന്ന് അവരുടെ കാട്ടിൽ അതേ ആൽമരത്തിന്റെ അടിയിൽ വന്നിരുന്നു. അതിനുശേഷം മീനുന്റെ സ്വഭാവം റിങ്കിയുടെ സ്വഭാവം പോലെ തന്നെ നല്ലതായി.